ദൈവത്തിന്റെ മുമ്പേ തലമുറിയണം. അപ്പം ആ എലിയ പ്രവാചക 7-6 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഉത്തരമൊന്നുമില്ല. പക്ഷെ അവൻ തിരിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഉത്തരം വരാതെ ഇടത്ത് ഇതുവരെയും പെയ്യാതെ ഒരു അനുഗ്രഹത്തിന്റെ മഴ അവനെ നനയ്ക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പറയുക, ഇതുവരെയും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവ് വന്നില്ലെങ്കിൽ ഇനി ഒരു ഉത്തരവ് വരും. നീ ഒരു അനുഗ്രഹം മഴയിൽ നനയാൻ പോവാ. ഒരു സീസൺ ഈ ചർച്ചിനകത്ത് വരാൻ പോവാ. അനുഗ്രഹത്തിന്റെ മഴ യേശുവിന്റെ നാമത്തിൽ ഇവിടെ പെയ്യാൻ പോവാണേ. അത് കാരണം കൊണ്ട് ഞാൻ പറയാ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ആർക്ക് പറയണം? ആരോട് പറയണം? മനുഷ്യനോട് പറയുന്നു. മനുഷ്യനോട് എന്നാ ചെയ്യുന്നത്? പറയില്ല. ഞാൻ അങ്ങനെയാ. 1 രൂപ ഇല്ലെങ്കിലും എന്റെ ഡ്രസ് കോഡ് ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഞാൻ ആരോടും പറയത്തില്ല. എന്റെ വൈഫിനോട് കൂടെ ഞാൻ പറയത്തില്ല. ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. പക്ഷെ നൈറ്റ് അവള് 2 മണിക്ക് വെള്ളം കുടിക്കാൻ വരുമ്പോ എന്റെ റൂമിനകത്ത് അങ്ങനെ മുണങ്ങുന്ന ശബ്ദം കേൾക്കാം. ഇവളിങ്ങനെ എത്തി നോക്കിയപ്പോ ഞാൻ ദേഷ്യപ്പെട്ടു. ഭർത്താവാ, പക്ഷെ ഈ സമയത്ത് നീ എത്തി നോക്കല്ലോ. എന്നാന്ന് പറയട്ടെ, ഞാൻ ദൈവത്തോട് സംസാരിക്കുന്ന നേരമാണ്. ഞാൻ ഇതൊക്കെ ഇത് മാത്രമേ ഉള്ളൂ എന്റെ ആശ്രയം. അങ്ങനെ നിന്ന് യേശയ്യ കരഞ്ഞ പോലെ കരയും. രാവിലെ ദൈവം എല്ലാத்தைയും മാറ്റിയെടുക്കും. അച്ചായന് ഒത്തിരി നഷ്ടം കാണും ജീവിതത്തിൽ. അച്ചായന്റെ പേര് കൂടെ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഹൃദയം നൊന്നായിരിക്കും ഇവിടെ വന്നത്. ഒത്തിരി കാര്യം ഞാനില്ലാതെ ചെയ്തു പോയി. പക്ഷെ ഇന്ന് ദൈവം പറയുക, എല്ലാം തിരിച്ച് ഞാൻ തരും. ഞാൻ എല്ലാം തിരിച്ചു തരും. ഞാൻ തരും. ഒത്തിരി ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ തിരിച്ചു തരും. ഞാൻ തരും. ഞാൻ തരും. അതുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥന വിഷയം ആർക്ക് പറയണം? ലെറ്റർ എഴുതി പറയുന്നതല്ല, പാസ്റ്ററിനെ അറിയിക്കുന്നതല്ല, ദൈവത്തോട് അറിയിക്കണം. ഹല്ലേലൂയ. മറ്റുള്ള സമയം TV കാണാൻ പോകത്തില്ല, തിയേറ്ററിന് പോകത്തില്ല, പാർക്ക് ബീച്ചിന് പോകത്തില്ല. ചോദിച്ചു നോക്കി, വീട്ടിൽ വന്ന് അറിയും. അവള് പല ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരുത്തിനെയാണോ എനിക്ക് കല്യാണം ചെയ്ത് തന്നേന്ന്. ഞാൻ അവളോട് പറഞ്ഞു, ബലമുള്ളവരെയും ഞാൻ ഓടും. എനിക്ക് ഓടാൻ പറ്റാത്തപ്പം ദൈവം എന്നെ ഓടാൻ പറ്റുന്നു. ഒരു സത്യം പറയാം അച്ചായ, അത് ഭയങ്കരത്തെ വെളിപ്പാട് അച്ചായ. ആരിങ്ങനെ പ്രസംഗിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്ന് പറയാം, എലിയ ചാകണോന്ന് പറഞ്ഞല്ലേ? അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചേ? ഒത്തിരി പേരുടെ പ്രാർത്ഥന വാഴണമെന്നില്ല. എങ്ങനെയാ? ഞാൻ ഒന്ന് ചത്താ മതി. ഞാൻ പറയട്ടെ, നിങ്ങളുടെ അടുത്ത് ഒരു വെളിപ്പാട് പറയട്ടെ. ചാകണമെന്ന് പ്രാർത്ഥിച്ചവന് ലോകത്ത് കല്ലറയില്ലാതെ ദൈവം മാറ്റിക്കളഞ്ഞു. ശരിയല്ലേ? അവൻ ചാകണമെന്ന് പറഞ്ഞു. പക്ഷെ എലിയാവുക്ക് ലോകത്ത് എന്നയില്ല, കല്ലറയില്ല. ദൈവം അവനെ എടുത്തുകൊണ്ട് ഇന്നും അവൻ ജീവനോടുണ്ട്. ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാട് കണ്ടോ? ചാകണമെന്ന് കഴിച്ചവന് ലോകത്ത് കല്ലറയില്ലാതെ ദൈവം മാറ്റിക്കളഞ്ഞില്ലേ? അങ്ങനത്തെ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ ഉണ്ട്, ഇതിന്റെ പകരം നാളെ ഉണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ പറയുവാണ്, ഇതൊക്കെ ദൈവത്തിന്റെ സമൂഹത്തിൽ ഇരുന്നപ്പോ എதைയും നോക്കി ഞാൻ കോപ്പി അടിക്കുന്നതല്ല, ആരും എഴുതി വെച്ചത് ഞാൻ പഠിക്കുന്നതല്ല. ദൈവത്തിനോട് ഇരിക്കുമ്പോ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ കയറി വരുന്നത് അത്. ചാകണോന്ന് ഓർത്തല്ലോടാ നീ, നിനക്ക് കല്ലറ കൂടെ ഇനി ദേശത്ത് കാണത്തില്ലടാന്ന് പറഞ്ഞു തരും. എന്നാ ഒരു കർത്താവല്ലേ? അതാ പറയുന്നത്. അടുത്ത് ഇപ്പൊ എത്രാമത്തതാ? സമയായോ? ഒരു 10 മിനിറ്റ്. 5-ാമത്തത്, നമ്മള് എല്ലാ കാര്യം ഉണ്ടായാലും മോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എന്നാ ചെയ്യണം? പറ. ദൈവമേ ഈ കഷ്ടപ്പാട് മാറ്റണേ, ദൈവമേ ഇത് മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കണക്ക് ചോദിക്കാം, ആൻസർ പറയണം. 5 2 എത്രയാ അമ്മേ? പറ. 10? 5 2 എത്രയാ? 7. മോളെ 5 2 ഇതല്ലേ നിങ്ങളുടെ കണക്ക്?
ഞാൻ പറയാം. 5:2-7 അല്ല, ബൈബിളിലെ ഒരു കണക്കുണ്ട്, ഞാൻ പറയാം. യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും എടുത്ത് വാനത്തെ നോക്കി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ 5 എത്രയാ മാറി? 2 എത്രയാ മാറി? 2000 മാറി. അപ്പൊ 5-2 7,000 ബൈബിൾ കണക്ക്. ശരിയല്ലേ? നിങ്ങൾ കണക്ക് കൂട്ടിയാൽ തെറ്റിപ്പോകും. നിങ്ങളുടെ മനക്കൂട്ടലൊക്കെ തെറ്റാണ്. ദൈവം ഒരു കണക്ക് വെച്ചിട്ടുണ്ട്, അത് കറക്റ്റാ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അത് എടുത്ത് എന്നാ ചെയ്ത് അനുഗ്രഹിച്ച്, അങ്ങനെയല്ലേ? അത് അപ്പം അത് വലിയതായിട്ട് മാറി. ഇപ്പൊ പണം കിട്ടിയ ഉടനെ നമ്മൾ എന്നാ ചെയ്യും? ആ പലിശക്കാരന് കൊടുക്കണം, ഈ പലിശക്കാരന് കൊടുക്കണം, ഈ കടം കൊടുക്കണം. അത് കാരണം കൊണ്ടാ നിന്റെ കടം തീരാത്ത. എനിക്കൊക്കെ ആരെങ്കിലും ഓഫറിങ് തന്നാ ഞാൻ എവിടെ മീറ്റിങ്ങിന് പോയാലും അത് തുറന്നേ നോക്കത്തില്ല. വീട്ടിൽ വന്ന് നല്ല കുളിച്ച് ചോറൊക്കെ ഉണ്ടിട്ട് ഇന്ന് മീറ്റിംഗ് ഒക്കെ സക്സസ് ആണ്. എനിക്കറിയാം എന്റെ മീറ്റിംഗ് നല്ല പോയോ നല്ല പോയില്ലെങ്കിലും എനിക്കറിയാലോ. ഞാൻ പോയിട്ട് ദൈവമേ ഇത് തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് തുറന്നു നോക്കും. അപ്പോഴോ ആ പാസ്റ്റ് എനിക്ക് ഫോൺ വിളിച്ച് ചോദിക്കും മതിയോ എന്ന്. എന്നാ മതിയോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വീട് വരെ ഞാൻ പൊക്കോട്ടെ, പോയിട്ട് അവിടെ പോയി ഞാൻ തുറന്നു നോക്കാം. ഞാൻ ഇന്ന് വരെയും പറയട്ടെ, ഏത് മീറ്റിങ്ങിന് പോയാലും ദൈവം എന്നെ, ഞാൻ ഏതൊക്കെ പണം ചെലവ്, വേറൊരു വിഷയം അറിയാമോ? ഞാൻ ഏത് വീട്ടിൽ പോയാലും ഒരു വ്യത്യാസമുള്ള പാസ്റ്റർ, വിശ്വാസിയുടെ വീട്ടിൽ പോയാലും അവരെ എനിക്ക് തരണമെന്ന് ഞാൻ നോക്കത്തില്ല. കൈ നിറയെ മേടിച്ചോണ്ട് പോകും. അവരത് കണ്ടിട്ട് എന്നോട് പറയും ഞങ്ങളുടെ പാസ്റ്റർ കൂടെ ഇങ്ങനെ ഇല്ലല്ലോ. അതിന്റെ കാരണം എന്നാന്ന് പറട്ടെ, ഞാൻ ദൈവത്തോട് മേടിച്ച അനുഗ്രഹം മേടിച്ചവനല്ല, കൊടുത്ത് അനുഗ്രഹം മേടിച്ചവനാണ്. ഹല്ലേലൂയ. അതെ, അത് കാരണോണ്ട് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എന്നാ പറയണം? യേശു പിള്ളേരെ നിർത്തി എന്നാ പറഞ്ഞേ? നടുവെ നിർത്തി അനുഗ്രഹിച്ചെന്നല്ലേ ബൈബിളിനകത്ത് എഴുതിയേക്കുന്നത്. നമ്മള് ശപിച്ച് പ്രാർത്ഥിക്കരുത്. നിന്നെ വെച്ചതിന് 2 വാഴ വെച്ചിരുന്ന കുഴപ്പമില്ല. നിന്നെ എന്നാത്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ എന്നാത്തിനാ ജീവനോട്, നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ ശാപമൊക്കെ മാറി ദൈവം നമ്മൾ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതെ, അടുത്ത് ഇപ്പൊ എത്രാമത്തെ? 6ാമത്തെ. ഇതൊക്കെ ബൈബിളിൽ ഒത്തിരി ദിവസം ഞാൻ എഴുതിയതാ. 6ാമത്തെ എന്നതാ? യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ 6-ാം വാക്യം വായിച്ചേ. അത് മാത്രം വായിച്ചേ. തീർന്നു വായിച്ചേ. മതി. തമിഴിലെ പെരുമനക്ക് മലയാളത്തിലെ. അപ്പോ നമ്മള് നെഗളം കൊണ്ടാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്നാ വരത്തില്ല? പറ. ദൈവത്തിന്റെ സമൂഹത്തിൽ നമ്മൾ താഴ്ത്തിയ ദൈവം നമ്മളെ ഉയർത്തി. പറ ഹല്ലേലൂയ. 2 പേര് ചർച്ചിൽ പ്രാർത്ഥിക്കാൻ പോയി. ഒരുത്തൻ ഭയങ്കര പെർഫെക്റ്റാ. ദൈവമേ ഞാൻ കാണിക്ക കൊടുക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, എല്ലാം ശരി. അവൻ ഒരു വാക്യം പറഞ്ഞു, ഒരു സെന്റൻസ് പറഞ്ഞു, അവനെ പോലെ ഞാൻ അല്ല. ഇവൻ പോയിട്ട് ചർച്ചിൽ കൂടെ കയറാൻ പകർന്നിട്ട് മാർബിൽ അടിച്ചിട്ട് കരയുക, പാവിയാകെ എന്റെ മേൽ കൃപയായിട്ടിരിക്കുന്ന. ബൈബിൾ എന്നാ പറഞ്ഞ? അവനെ അല്ല, ഇവനെ നീതിമാനാക്കപ്പെട്ട് വീട്ടിൽ പോയത്. എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നാന്നറിയാവോ? ഞാൻ എത്ര പഠിച്ചിട്ടുണ്ടെന്നറിയാവോ? എന്റെ ടാലന്റ് എന്നാന്നറിയാവോ? ഇതൊക്കെ വച്ചിട്ട് ശുശ്രൂഷയിലും വരുത്തില്ല, ആത്മീയത്തിലും വരാൻ പറ്റത്തില്ലെന്നേ. ടാലന്റ് അങ്ങനെന്ന് പറഞ്ഞത് നമ്മുടെ അടുത്തിൽ നിന്ന് ഉണ്ടാകുന്നതാ. കൃപ അങ്ങനെന്ന് പറഞ്ഞ് മേടിയിരുന്ന് ഉണ്ടാകുന്നത്. 2 വ്യത്യാസമുണ്ട്. നമ്മളവിടെ പി ശിശുല നല്ലപോലെ പാടും, ബാലസുബ്രഹ്മണ്യൻ നല്ലപോലെ തേൻ പോലെ പാടും. പക്ഷെ അവരൊക്കെ പാടിയാൽ ഇച്ചിരി ആശ്വാസം കിട്ടും, പക്ഷെ ഭൂതം പോകത്തില്ല. പക്ഷെ ഞാൻ പാടുന്നത് 7.5 കട്ടലിയായിരിക്കും. പക്ഷെ ഞാൻ പാടിയ ഈ കോറലിന് പിശാച് ഓടുന്നെങ്കിൽ ഇതിനകത്ത് പരിശുദ്ധ ആത്മാവിന്റെ ഒരു ശക്തി ഉണ്ട്. അതെ, അങ്ങനെ പാടണം, അങ്ങനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സോ അത് കാരണം കൊണ്ട് ദൈവ സമൂഹത്തിൽ പോകുമ്പോ വെള്ള ഷർട്ട് ഇടുന്നതും ഇട്ടവരെ കുറ്റം പറഞ്ഞതല്ല. വെള്ള ഷർട്ട് ഇടുന്നവരൊക്കെ നല്ലവരാന്ന് ഞാൻ പറയത്തില്ലെന്നേ. അത് തന്നെ ഞാൻ വെള്ള ഇടാത്ത കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും വെള്ള ഇടുന്നുണ്ട്? ഇത് സാൻഡിലല്ലേ? ഈ വെള്ള ഇട്ടതിനാല് പരിശുദ്ധം വരുമെന്ന് ഞാൻ പറയത്തില്ല. ഏതാ പരിശുദ്ധം എന്ന് പറയട്ടെ, ഏതാ ഹോളിനെസ് എന്ന് ഒരു സിമ്പിൾ പറയാം. ഏതെങ്കിലും പാവമായ സിറ്റുവേഷൻ വരുമ്പോ ആ പാവം ചെയ്യാന്ന് ഇരിക്കുന്ന പേരാ ഹോളിനെസ്. വെള്ള ഷർട്ട് ഇടുന്നതാ
പറയുന്നവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ദൈവത്തോട് താഴ്മയായിട്ട് പോയി നിൽക്കണം. നെഗളിക്ക് ദൈവം പ്രാർത്ഥനയ്ക്ക് ബദലേ തരത്തില്ല. അതെ, നിറയെ പാസ്റ്റർമാർക്ക് എനിക്ക് നെഗളമുണ്ട്. എനിക്ക് ഇത്ര ചർച്ചുണ്ട്, എനിക്ക് ഇത്ര വിശ്വാസിയുണ്ട്. ദൈവം നടത്തിയെന്ന് പറയുന്നത് കുഴപ്പമില്ല. ഞാൻ ചെയ്തെന്ന് പറഞ്ഞാ അവിടെ നീയോ ഉള്ളൂ, ദൈവമില്ല. ഞാനല്ല, ദേവനാന്ന് നീ പറഞ്ഞാൽ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ ഉയർച്ചയ്ക്ക് ഇതുവരെ ഉയർച്ച വന്നില്ലെങ്കിൽ നീ ഏതോ ശരിയായ ഇടത്തിന് താഴ്ത്തിയില്ലെന്ന് അർത്ഥം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പറയും, ഏതെങ്കിലും ഭൂതം ഓടിയ, ഏതെങ്കിലും അത്ഭുതം നടന്ന ഞാൻ പറയും, ദൈവമേ, എന്റെ പെങ്ങളുണ്ടല്ലോ, എടുത്തു പറയുന്നതാ, ഒത്തിരി കാലം കഴിഞ്ഞ് പെങ്ങളെന്ന് ഒരു വാക്ക്